ഇവാലുവേഷൻ ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. ഇപ്പോൾ സെക്കൻഡ് ടൈപ്പാണ് ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുന്നതിൽ. അതിൽ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ പ്രോപ്പർ ഇൻ്റഗ്രൽസ് സോൾവ് ചെയ്യാനാണ് ഡിസ്കസ് ചെയ്തത്. അതായത് സൈനും കൊസൈനും വരുന്ന 0 to 2π അല്ലെങ്കിൽ 0 to π വരുന്ന പ്രോപ്പർ ഇൻ്റഗ്രൽസ്. ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാനാണ്. ഇപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമുക്കറിയാം f(x) ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x) dx അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 0 to സം r കൊടുക്കും. ദെൻ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി f(x) dx. അതുപോലെ ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിൽ f(x) dx ആണെങ്കിൽ അതിനെ നമ്മൾ ഒരു -r1 to 0 ആയും f(x) dx പ്ലസ് ഒരു 0 to r2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ലിമിറ്റ് r1 ടെൻസ് ടു ഇൻഫിനിറ്റി അതുപോലെ ലിമിറ്റ് r2 ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് സോൾവ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ കൺവേർജൻസ് ഡൈവേർജൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ടേം ഡിഫൈൻ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് എൻ ഇൻ്റഗ്രൽ. ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ കോഷി പ്രിൻസിപ്പൽ വാല്യൂ. കോഷി പ്രിൻസിപ്പൽ വാല്യൂ എഴുതുന്നത് PV എന്നാണ്. PV മീൻസ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആൻ ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് PV ഓഫ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx എന്ന് പറയുന്നത് ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r to r f(x) dx ആണ്. ദാറ്റ് ഈസ് ദി principal value of Cauchy principal value of a continuous function f(x). Now we suppose that if f(x) is an even function, f(x) ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം f(-x) ഈക്വൽ ടു f(x) ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x) dx എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x) dx എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx. ഇനി ദിസ് ഈക്വൽ ടു ഇത് കാണുന്നതിന് പകരം എന്ത് കണ്ടാൽ മതി? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടാൽ മതി. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx. സോ ഇനി ഈ പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെ കാണും? അപ്പോൾ അത് കാണുന്നതിനായിട്ട് നമ്മളൊരു തിയറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് f(x) ഈക്വൽ ടു p(x) ബൈ q(x). f(x) എന്ന് പറയുന്നത് p(x) ബൈ q(x) എന്നുള്ള പോളിനോമിയലാണ്. വേർ p(x) ആൻഡ് q(x) ആർ പോളിനോമിയൽസ്. f(x) ഒരു റാഷണൽ ഫംഗ്ഷനാണ്. അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽസ് ആണ് with real coefficients and no factors in common. Degree of q(x) is at least 2 more than the degree of p(x) and q(x) has no real roots. Then principal value of integral -infinity to infinity f(x) dx equal to 2πi into sum of residues of f of z. The sum being extended over all the residues of f of z equal to p(x) by q(x), f of z equal to p(z) by q(z) at poles of f of z, which is finite since f of z is a rational function in the upper half plane. That is, ഈ തിയറം പറയുന്നത് f(x) എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷനാണ്. p(x) ബൈ q(x) ഫോമിലാണ്. p(x)ഉം q(x)ഉം പോളിനോമിയൽസ് ആണ്. അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. q(x)ൻ്റെ ഡിഗ്രി, അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിൽ വരുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രിയിനേക്കാൾ അറ്റ്ലീസ്റ്റ് 2 രണ്ടെങ്കിലും കൂടുതലായിരിക്കും. അതായത് p(x)ൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ q(x) മിനിമം 3 ഡിഗ്രി വരണം. അതുപോലെ p(x)ൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ q(x)ൻ്റെ ഡിഗ്രി മിനിമം 4 വരണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 കൂടുതലായിരിക്കണം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി.
അതുപോലെ തന്നെ ഡിനോമിനേറ്ററിന് റിയൽ റൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, റിയൽ നമ്പറിൽ ഉൾപ്പെടാൻ പാടില്ല, റിയൽ നമ്പർ ആകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ആയിരിക്കും. ഇനി ആ റെസിഡ്യൂസ് ഏതൊക്കെ റെസിഡ്യൂസാണ് എടുക്കേണ്ടത്? എഫ് ഓഫ് സെഡിൻ്റെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ്, അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ്. അതായത് എഫ് ഓഫ് സെഡ് ഒരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റീസ് ഉണ്ടാവും, പോൾസേ ഉണ്ടാവുള്ളൂ. പോൾസിലുള്ള എഫ് ഓഫ് സെഡിൻ്റെ അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള പോൾസിലുള്ള സിംഗുലാരിറ്റീസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4 ക്വാഡ്രൻ്റാണ്, അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റുമാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്നത്. അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള പോൾസ് ഏതാണോ ആ പോൾസിലെ റെസിഡ്യൂസ് മാത്രം കാണുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക, 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റർവൽ -∞ ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. Now we have a question related to this. Evaluate interval 0 to infinity dx by x raised to 4 plus a raised to 4 if a greater than 0. ഇപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കുക, 1/x raised to 4 plus a raised to 4 എന്നെടുത്തു. ഇവിടെ നമുക്ക് ക്ലിയർലി നമുക്കറിയാം എഫ് ഓഫ് -x കണ്ടാൽ 1/-x raised to 4 plus a raised to 4. അത് നമുക്ക് 1/x raised to 4 plus a raised to 4 തന്നെ കിട്ടുക, കാരണം a greater than 0 ആണ്. സോ x raised to 4 a raised to 4 ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സിന് കിട്ടും. സോ എഫ് ഓഫ് എക്സ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 0 to infinity ആണ് കാണേണ്ടത്. പക്ഷേ നമുക്ക് -∞ to infinity ആകുമ്പോൾ ഉള്ള പ്രിൻസിപ്പൽ വാല്യൂ മാത്രമേ കാണാൻ ആ തിയറത്തിൽ നമുക്ക് മെത്തേഡ് പറഞ്ഞിട്ടുള്ളൂ, 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. സോ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ 0 to infinity dx by x raised to 4 plus a raised to 4 equal to 1/2 integral -∞ to infinity dx by x raised to 4 plus a raised to 4 because f of x is an even function. So 1/2 ഈ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടാൽ മതി. ഇൻ്റഗ്രൽ -∞ to infinity dx by x raised to 4 plus a raised to 4. ഇനി ഇവിടെയാണ് നമ്മൾ ആ തിയറം അപ്ലൈ ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് 1/x raised to 4 plus a raised to 4 ആണ്. അതായത് ഒരു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമിലാണ്, ഒരു റാഷണൽ ഫംഗ്ഷനാണ്. വേറെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, അതായത് ന്യൂമറേറ്ററിൽ വരുന്നത് 1 ആണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് x raised to 4 plus a raised to 4. ഇനി പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി 1ൻ്റെ ഡിഗ്രി കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്, ഡിഗ്രി 0 ആണ്. ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി 4 ആണ്, അല്ലെ, x raised to 4. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിനേക്കാൾ അറ്റ്ലീസ്റ്റ് 2 കൂടുതലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 3 ആണ്, 3 കൂടുതലാണ് ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി. സോ ഫസ്റ്റ് ആ തിയറത്തിൻ്റെ ആ കണ്ടീഷൻ ഓക്കെയാണ്. ഇനി ക്യൂ ഓഫ് എക്സിന് റിയൽ റൂട്ട് ഉണ്ടാവാൻ പാടില്ല. ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് കിട്ടും? ഇംപ്ലൈസ് x raised to 4 plus a raised to 4 equal to 0. സോ x raised to 4 equal to -a raised to 4. ഇത് നമ്മുടെ പ്ലസ് ഓർ മൈനസ് ഐ എ എന്നാണ് കിട്ടുക, പ്ലസ് ഓർ മൈനസ് ഐ എ, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എ സ്ക്വയർ, ദറ്റ് ഈസ് കോംപ്ലക്സ് റൂട്ടാണ് നമുക്ക് കിട്ടുക. ഒരു റിയൽ നമ്പർ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ഒക്കെ കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റിയൽ നമ്പർ ഇതിൻ്റെ റൂട്ടായിട്ട് വരില്ല. സോ ക്യൂ ഓഫ് എക്സിന് റിയൽ റൂട്ടില്ല. അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ആ തിയറം ഉപയോഗിച്ച് നമുക്ക് എന്തെഴുതാം? അതിൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം, ആ പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നതിന് പകരം 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ കണ്ടാൽ മതി. സോ ഈ എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് ഇതായിരുന്നു 1/x raised to 4
പ്ലസ് എ റേസ് ടു 4. സോ അതിനെ ഞാനൊരു f(z) ഫോമിൽ, നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷനൊക്കെ സെഡിൻ്റെ ഇൻ ടേംസ് ഓഫ് സെഡ് ആണ്, അതുകൊണ്ട് എക്സ് മാറ്റിയിട്ട് z കൊടുക്കുന്നുണ്ട്. 1/z റേസ് ടു 4 പ്ലസ് എ റേസ് ടു 4. അപ്പോൾ f(z) എന്ന് പറയുന്നത് f(z) അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കണം. പോൾസിലെ റെസിഡ്യൂ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ f(z)ൻ്റെ പോൾസ് എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സ് z റേസ് ടു 4 പ്ലസ് എ റേസ് ടു 4 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് z റേസ് ടു 4 ഈക്വൽ ടു മൈനസ് എ റേസ് ടു 4. സോ z ഈക്വൽ ടു നമുക്ക് -1നെ, ഒരു -1 ഉണ്ട് ഇവിടെ, -1നെ നമുക്ക് ഇങ്ങനെ എഴുതാം, z റേസ് ടു 4 ഈക്വൽ ടു -1നെ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്ന് എഴുതാം അല്ലേ? കാരണം കോസ് പൈ എന്താണ്? -1 ആണ്, സൈൻ പൈ 0 ആണ്. അപ്പോൾ ദിസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. സോ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്ന് എഴുതി ഇൻറ്റു എ റേസ് ടു 4. സോ ദാറ്റ്സ് ഈക്വൽ ടു z റേസ് ടു 4 ഈക്വൽ ടു നമ്മൾ nth റൂട്ട് ഓഫ് യൂണിറ്റി കോസ് പൈ പ്ലസ് ഐ സൈൻ പൈനെ നമുക്ക് ജനറൽ ടേമിലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് -1നെ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻ ജനറൽ കോസ് പൈ സൈൻ എൻ പൈ 0 ആണ്, ഏത് n എടുത്താലും 0 ആണ്. കോസ് നെഗറ്റീവായി വരുന്നത് ഓഡ് മൾട്ടിപ്പിളാണ്, അപ്പോൾ ഏത് ഓഡ് നമ്പർ എടുത്താലും ഇത് ശരിയാവും. സോ കോസ് 2n പ്ലസ് 1 പൈ പ്ലസ് ഐ സൈൻ 2n പ്ലസ് 1 പൈ എന്ന് എഴുതാം ഇൻറ്റു എ റേസ് ടു 4. സോ എ റേസ് ടു 4 ഇൻറ്റു ഇതിനെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിലാണ്. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ, ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ ഇൻറ്റു 2n പ്ലസ് 1 പൈ എന്നെഴുതാം, വേർ n ഈക്വൽ ടു ഇനി z റേസ് ടു 4 ആണിത്. ഇനി z ഈക്വൽ ടു നമ്മൾ ഫോർത്ത് റൂട്ട് എടുത്താൽ ഈ 4 ക്യാൻസൽ ചെയ്തു പോകും, ഈ 4ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ z ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ 2n പ്ലസ് 1 പൈ ഹോൾ ഡിവൈഡ് ബൈ 4, വേർ n ഈക്വൽ ടു ഫോർത്ത് റൂട്ട് ആയതുകൊണ്ട് 0, 1, 2, 3 ആണ് എന്നിൻ്റെ വാല്യൂസ് വരാം. nth റൂട്ട് ഓഫ് യൂണിറ്റി ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ nth റൂട്ട് കണ്ടിട്ടും അത് ആ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ വി ഗെറ്റ് z ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ 2n പ്ലസ് 1 പൈ ബൈ 4 എന്ന് എഴുതുന്നുണ്ട്, വേർ n ഈക്വൽ ടു 0, 1, 2, 3. അപ്പോൾ ഇതാണ് f(z)ൻ്റെ സിംഗുലാരിറ്റീസ്, പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 എണ്ണം ഉണ്ടാവും. എന്നിന് 0 കൊടുക്കുമ്പോൾ ഞാനതിനെ z1 എന്ന് വിളിക്കുന്നുണ്ട്. 0 കൊടുക്കുമ്പോഴുള്ള വാല്യൂ എ ഇൻറ്റു ഇ റേസ് ടു ഐ പൈ ബൈ 4 എന്ന് വരും. ദെൻ z2 ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എ ഇൻറ്റു ഇ റേസ് ടു ഐ 3 പൈ ബൈ 4 എന്ന് വരും. ദെൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z3 ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ 5 പൈ ബൈ 4. ദെൻ z4 ദാറ്റ് ഈസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു ഇ റേസ് ടു ഐ 7 പൈ ബൈ 4. അപ്പോൾ ഈ 4 റൂട്ട്സാണ് ഡിനോമിനേറ്ററിന് ഉണ്ടാവുക. 4ഉം റിയൽ റൂട്ടല്ല, അതായത് ഈ 4 എണ്ണം ഡിനോമിനേറ്ററിൻ്റെ റൂട്ടാണ്. ദാറ്റ് മീൻസ് f(z)ൻ്റെ പോളാണ്, സിമ്പിൾ പോൾസാണ്. എല്ലാതും 4 പോൾസാണുള്ളത്, ഓരോന്നും ഓരോ തവണയും അതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നുള്ളൂ. ഇനി ഈ എല്ലാ പോൾസിലും ഉള്ള റെസിഡ്യൂ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള റെസിഡ്യൂസ് മാത്രം, ആ പോൾസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഏതൊക്കെയാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആംഗിൾ നോക്കിയാൽ മതി. പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 45 ഡിഗ്രിയാണ്. നെക്സ്റ്റ് 3 പൈ ബൈ 4 5 പൈ ബൈ 4 7 പൈ ബൈ 4 ആണ്. 3 പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 45 135 ഡിഗ്രിയാണ്. അതുപോലെ 5 പൈ ബൈ 4 5 ഇൻറ്റു 45 ദാറ്റ് ഈസ് 225 ഡിഗ്രിയാണ്. ദെൻ 7 പൈ ബൈ 4 7 ഇൻറ്റു 45 ദാറ്റ് ഈസ് 315 ഡിഗ്രി.
അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 45 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും 135 സെക്കൻഡ് ക്വാഡ്രൻറ്റിലും വരും. ബാക്കിയുള്ള രണ്ടെണ്ണം തേർഡിലും ഫോർത്തിലുമാണ് വരിക. തേർഡും ഫോർത്തും ലോവർ ഹാഫ് ലൈനാണ്, ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രൻ്റാണ് അപ്പർ ഹാഫ് ലൈനിൽ വരിക. അപ്പോൾ ഈ രണ്ട് ആംഗിൾ അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് Z3-യും Z4-ഉം ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Z1-ലും Z2-ലും ഉള്ള റെസിഡ്യൂസ് ചെക്ക് ചെയ്യണം. അപ്പോൾ Z1-ഉം Z2 ആണ് അപ്പർ ഹാഫ് ലൈനിൽ വരുന്നത്, അതിലുള്ള റെസിഡ്യൂ കാണും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായി മാറും. ഇൻ്റഗ്രൽ 0 to infinity dx by x raised to 4 plus a raised to 4 ഈക്വൽ ടു നമ്മൾ എഴുതിയിരുന്നു 1/2 ഇൻറ്റു പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -∞ to infinity dx by x raised to 4 plus a raised to 4 ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എന്ത്, 1/2 ഇൻറ്റു 1/2 ആൾറെഡി ഉള്ളതാണ്. ഇത് കാണുന്നതിന് പകരം 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് കണ്ടാൽ മതി. 2πi ഇൻറ്റു എല്ലാ റെസിഡ്യൂസും കാണണ്ട, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അപ്പർ ഹാഫ് ലൈനിലാണ്, അതായത് Z ഈക്വൽ ടു Z1-ലും പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് Z ഈക്വൽ ടു Z2. അപ്പോൾ ഈ രണ്ട് റെസിഡ്യൂസ് കാണണം. 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ Z1 നമുക്കറിയാം a ഇൻറ്റു ഇ റൈസ് ടു I π/4ഉം Z2 a ഇൻറ്റു ഇ റൈസ് ടു I 3π/4ഉം ആണ്. സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/z⁴ പ്ലസ് a⁴ ആണ്. പി ഓഫ് സെഡ് 1 ആണ്. ക്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് z⁴ പ്ലസ് a⁴ ആണ്. ഇനി റെസിഡ്യൂ കാണാൻ നമ്മൾ ആ റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് പി ഓഫ് Z1-ഉം പി ഓഫ് Z2 എന്തല്ല, 0 അല്ല, കാരണം പി ഓഫ് Z 1 ആണ്, ഏത് വാല്യൂ കൊടുത്താലും 1 ആണ്. ക്യൂ ഓഫ് Z1-ഉം ക്യൂ ഓഫ് Z2-ഉം 0 ആണ്. ഡിനോമിനേറ്ററിൻ്റെ സീറോസ് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ക്യൂ ഡാഷ് സിമ്പിൾ പോൾസാന്ന് പറഞ്ഞു, അതായത് ക്യൂ ഡാഷ് ഓഫ് Z1-ഉം ക്യൂ ഡാഷ് ഓഫ് Z2 നോൺ സീറോ ആണ്. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് Z ഈക്വൽ ടു Z1 എന്ന് പറയുന്നത് റെസിഡ്യൂ ഓഫ് പി ഓഫ് സെറ്റ് ബൈ ക്യൂ ഓഫ് സെറ്റ് അറ്റ് Z ഈക്വൽ ടു Z1. എഫ് ഓഫ് സെറ്റിൻ്റെ ഫോം അതാണ്. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് Z1 ഡിവൈഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് Z1 ആണ്. ഈ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ക്യൂ ഓഫ് സെറ്റ് നമുക്കറിയാം എന്തായിരുന്നു, z⁴ പ്ലസ് a⁴. അപ്പോൾ ക്യൂ ഡാഷ് സെറ്റ് എന്തായിരിക്കും, 4z³. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ഓഫ് Z1 അതെല്ലായ്പ്പോഴും 1 ആണ്, ബൈ 4z³ ആണ് ക്യൂ ഡാഷ് ഓഫ് Z. അപ്പോൾ ക്യൂ ഡാഷ് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ 4z⁴. ദറ്റ് ഈസ് 4z⁴. ദറ്റ് ഈസ് റെസിഡ്യൂ ഈക്വൽ ടു 1/4z⁴. ദറ്റ് ഈസ് 1/4 Z1 എന്ന് പറഞ്ഞാൽ a⁴ π/4 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. എയുടെ വാല്യൂ Z1-ൻ്റെ വാല്യൂ a ഇൻറ്റു e⁻ I π/4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/4 a³ ഇൻറ്റു e⁻I 3π/4 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/4 a³ e⁻I 3π/4 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ന്യൂമറേറ്ററിലേക്ക് എഴുതിയാൽ e⁻ I 3π/4. അപ്പോൾ 1/4 a³ e⁻I തീറ്റേനെ നമുക്ക് കോസ് തീറ്റ, ദാറ്റ് ഈസ് കോസ് -3π/4 പ്ലസ് I സൈൻ -3π/4 എന്ന് കിട്ടും. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് 3π/4 എന്ന് പറഞ്ഞാൽ -3π/4 എന്ന് പറഞ്ഞാൽ -135 ഡിഗ്രി. സോ അതിൻ്റെ വാല്യൂ -1/√2 ആണ്, പ്ലസ് I ഇൻറ്റു -1/√2. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/√2 ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് -1 + I
ഡിവൈഡ് ബൈ 4 റൂട്ട് 2 ഉണ്ടാവും, പിന്നെ എ ക്യൂബ്. ഇതാണ് ഫസ്റ്റ് പോയിന്റിലെ റെസിഡ്യൂ കിട്ടുക. ഇതുപോലെ നമ്മൾ സെക്കൻഡ് പോയിന്റിൽ Z2 റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഇതേ റിസൾട്ട് ഉപയോഗിച്ചിട്ട് തന്നെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് Z ഈക്വൽ ടു Z2, ദാറ്റ് മീൻസ് റെസിഡ്യൂ ഓഫ് P ഓഫ് Z ബൈ Q ഓഫ് Z at Z equal to Z2. That's equal to P of Z2 divided by Q dash of Z2. That is 1 by 4 Z2 cube. That is 1 by 4 into Z2 എന്ന് പറഞ്ഞാൽ A e raised to I 3 pi by 4 whole cube. That is 1 by 4 A cube into e raised to I 9 pi by 4 എന്ന് കിട്ടും. ദെൻ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ 1 by 4 a ക്യൂബ് ഇ റേസ് ടു മൈനസ് ഐ 9 pi by 4. ദാറ്റ്സ് ഈക്വൽ ടു 1 by 4 a ക്യൂബ് കോസ് മൈനസ് 9 pi by 4 പ്ലസ് ഐ സൈൻ മൈനസ് 9 pi by 4. So that's equal to 1 by 4 a cube 1 by root 2 ആണ് കിട്ടുക, minus I by root 2. So 1 minus I into 4 root 2 a cube. So our equation becomes 0 to infinity dx by x raised to 4 plus a raised to 4 equal to 1 by 2 into 2 pi I into sum of residues ആണ്. അതായത് ആദ്യത്തത് മൈനസ് ഓഫ് 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ 4 a ക്യൂബ് റൂട്ട് 2. രണ്ടാമത്തത് പ്ലസ് 1 മൈനസ് ഐ ഡിവൈഡ് ബൈ 4 a ക്യൂബ് റൂട്ട് 2. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. 4 a ക്യൂബ് റൂട്ട് 2 കോമൺ ആണ്. സോ 1 by 4 a ക്യൂബ് റൂട്ട് 2 ഇൻറ്റു ഒരു പൈ ഐ ഉണ്ടാവും, പൈ ഐ ഈ പൈ ഐ, ദെൻ മൈനസ് 1 മൈനസ് ഐ പ്ലസ് 1 മൈനസ് ഐ എന്ന് കിട്ടും. ദാറ്റ് ഈസ് പൈ ഐ ബൈ 4 root 2 a cube into minus 1 and minus 1 are cancelled. So we get minus 2i എന്ന് കിട്ടും. then ഐയും ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്, സോ അത് പ്ലസ് ആയി മാറും. സോ വി ഗെറ്റ് 2 pi ഡിവൈഡ് ബൈ 4 root 2 2 pi divided by 4 root 2 a cube. That's equal to pi by 2 root 2 a cube എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ അപ്പർ ഹാഫ് ലൈനിലുള്ള റെസിഡ്യൂസ് മാത്രം കാണാം, എന്നിട്ട് അത് ആഡ് ചെയ്യുക, 2 pi i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ദി മെത്തേഡ്. And now next we have a problem. Show that integral minus infinity to infinity 2x square minus 1 divided by x raised to 4 plus 5x square plus 4 equal to pi by 2. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x square minus 1 divided by x raised to 4 plus 5x square plus 4. അതിനൊരു സെഡിൻ്റെ ടേമിൽ എഴുതിയാൽ എഫ് ഓഫ് സെഡ്, എക്സിൻ്റെ സ്ഥാനത്ത് സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2z സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ സെഡ് റൈസ് ടു 4 പ്ലസ് 5z സ്ക്വയർ പ്ലസ് 4. സോ ഇതിനെ നമുക്ക് 2z സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 4 എന്നെഴുതാം. സോ ഇതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഫാക്ടറൈസ് ചെയ്താൽ z സ്ക്വയർ പ്ലസ് 1നെ നമുക്ക് z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ എന്ന് എഴുതാം. അതുപോലെ z സ്ക്വയർ പ്ലസ് 4നെ z പ്ലസ് 2i ഇൻറ്റു z മൈനസ് 2i എന്ന് എഴുതാം. സോ 2z സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ
z plus I into z minus I into z plus 2i into z minus 2i. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് സെഡ് ആണ് എഴുതിയത്. എഫ് ഓഫ് സെഡ് ഇസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് എഫ് ഓഫ് സെഡിൻ്റെ പോൾസ് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ആണ്, അതുപോലെ പ്ലസ് ഓർ മൈനസ് 2i ആണ്. ഇനി നമുക്ക് ഇതിലേതൊക്കെയാണ് അപ്പർ ഹാഫ് ലൈനിൽ വരുന്നത് എന്ന് നോക്കണം. സോ അപ്പർ ഹാഫ് ലൈനിൽ വരുന്നത് ഐ ഉണ്ട്, മൈനസ് ഐ നമുക്കറിയാം, വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഐ വരിക. ഐ ദറ്റ് ഈസ് 0 1, മൈനസ് ഐ ദറ്റ് ഈസ് 0 മൈനസ് 1. ഇനി 2i എന്ന് പറഞ്ഞാൽ 0 2 ആണ്, 0 2, ആൻഡ് മൈനസ് 2i എന്ന് പറഞ്ഞാൽ 0 മൈനസ് 2. അപ്പോൾ ഐയും 2iയും ആണ് അപ്പർ ഹാഫിന് വരുന്നത്, മൈനസ് ഐയും മൈനസ് 2iയും ലോവർ ഹാഫ് ലൈനിലാണ്. അപ്പോൾ ഐയിലെയും 2iലെയും റെസിഡ്യൂസ് മാത്രം കണ്ടാൽ മതി. സോ അതിനു മുമ്പ് നമുക്ക് എഫ് ഓഫ് സെഡ് നമ്മുടെ തിയറത്തിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. 2z² മൈനസ് 1 ഡിവൈഡ് ബൈ z റൈസ് ടു 4 പ്ലസ് 5z² പ്ലസ് 4 ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഇത് പി ഓഫ് സെഡ് ആണ്, ഡിനോമിനേറ്റർ ക്യൂ ഓഫ് സെഡ് ആണ്. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ്റെ ഫോമിലാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലാം പോളിനോമിയൽസ് ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 2 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 4 ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഗ്രേറ്റർ ദാൻ ആണ് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി, അത് ഓക്കെയാണ്. ഇനി ഡിനോമിനേറ്ററിൻ്റെ റൂട്ട്, അതിൻ്റെ റൂട്ടാണ് നമ്മളിവിടെ കണ്ടത്, പ്ലസ് ഓർ മൈനസ് ഐയും പ്ലസ് ഓർ മൈനസ് 2iയും. റിയൽ റൂട്ടില്ല, അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തിയറപ്രകാരം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2x² മൈനസ് 1 ഡിവൈഡ് ബൈ x റൈസ് ടു 4 പ്ലസ് 5x² പ്ലസ് 4 dx എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2x² മൈനസ് 1 ഡിവൈഡ് ബൈ x റൈസ് ടു 4 പ്ലസ് 5x² പ്ലസ് 4 dx ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു, പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെയാണ് തിയറപ്രകാരം കാണുന്നത്? ദാറ്റ്സ് ഈക്വൽ ടു 2πi into sum of residues in the upper half line, that is residue of f of z at z equal to I. ഒന്നതാണ്. രണ്ടാമത്തത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2i. ബാക്കിയുള്ള രണ്ട് പോൾസും ലോവർ ഹാഫ് ലൈനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്, സെഡ് ഈക്വൽ ടു ഐയും 2iയും ഒക്കെ സിമ്പിൾ പോൾസാണ്. പവർ 1 ആണ് എല്ലാത്തിൻ്റെയും, എല്ലാതും സിമ്പിൾ പോൾസാണ്. സോ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ഐ, സിമ്പിൾ പോൾ ആയതുകൊണ്ട് ഇക്വേഷൻ ലിമിറ്റ് z ടെൻസ് ടു ഐ z മൈനസ് ഐ ഇൻറ്റു എഫ് ഓഫ് സെഡ് ആണ്. ദറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു ഐ z മൈനസ് ഐ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 2z² മൈനസ് 1 ഡിവൈഡ് ബൈ z പ്ലസ് ഐ z മൈനസ് ഐ z പ്ലസ് 2i into z minus 2i. So z minus i getting cancelled. ബാക്കി ഉണ്ടാവും, അതിന് സെഡിന് ഐ എന്ന് കൊടുക്കുക ലിമിറ്റ്. സോ വി ഗെറ്റ് 2 into i² minus 1 divided by i plus i plus 2i, i minus 2i. സോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 minus 1 divided by 2i into 3i into minus i. That's equal to -3 divided by 6i എന്ന് കിട്ടും. That is സിംപ്ലിഫൈ ചെയ്താൽ -1 by 2i എന്ന് കിട്ടും ഫസ്റ്റ് റെസിഡ്യൂ. ഇതുപോലെ 2iയിലെ റെസിഡ്യൂ കാണാം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2i. സിമ്പിൾ പോളാണ്. ലിമിറ്റ് z ടെൻസ് ടു 2i z മൈനസ് 2i ഇൻറ്റു എഫ് ഓഫ് സെഡ്. So that's equal to limit z tends to 2i z minus 2i into 2z² minus 1 divided by z plus I z minus I z plus 2i z minus 2i.
So z minus 2i getting cancelled. Then limit കൊടുത്തു കഴിഞ്ഞാൽ that's equal to 2 into 2i square minus 1 divided by 3i into I into 4i. That's equal to minus 9. Minus 9. Then minus 12i. That's equal to 3 by 4i എന്ന് കിട്ടും. സോ രണ്ട് റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞു. Therefore interval minus infinity to infinity 2x square minus 1 divided by x raised to 4 plus 5x square plus 4 dx equal to എന്തായിരുന്നു 2 pi I into sum of residues. ആദ്യത്തത് minus 1 by 2i ആണ് plus second one 3 by 4i. So by denominator same ആക്കി കഴിഞ്ഞാൽ we get it is minus 2 plus 3 divided by 4i. That's equal to 2 pi I into 1 by 4i. That is we get I and I getting cancelled, 2 and 4 getting cancelled, we get pi by 2. So pi by 2 is the answer. Thank you.